നമസ്കാരം കുഞ്ഞുങ്ങളെ. അമ്മയും മകനും എന്ന പാഠം എല്ലാവരും നന്നായിട്ട് വായിച്ചു, കവിത നന്നായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അതിൻ്റെ പഠന പ്രവർത്തനങ്ങളൊന്ന് നോക്കാം. പദപരിചയങ്ങൾ ഞാൻ കവിതയിൽ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പുതിയ പദങ്ങൾ നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന, ഇപ്പോൾ അധികം ഉപയോഗിക്കാത്ത കുറേ പദങ്ങൾ ഈ കവിതയ്ക്കകത്തുണ്ട്. അതിൽ ഈ പറയുന്ന പദങ്ങളുടെ എല്ലാം അർത്ഥം ഞാൻ കവിത പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്ത് നമുക്ക് വിഗ്രഹിച്ച് എഴുതുക, അതിലേക്ക് പോവാം. വിഗ്രഹിച്ച് എഴുതുക. വാഴപ്പഴം, വാഴയുടെ പഴം, വാഴപ്പഴം. പൂത്താലി, പൂവ് കൊണ്ടുള്ള താലി, പൂത്താലി. കൃഷ്ണഗാഥ, കൃഷ്ണനെക്കുറിച്ചുള്ള ഗാഥ. അടുത്തത് പര്യായപദം. അമ്മ, മാതാവ്, ജനനി. പാല്, ക്ഷീരം, ദുഗ്ധം. വില്ല്, ചാപം, ധനുസ്. വസ്ത്രം, ആട, ചേല. അടുത്ത അർത്ഥവ്യത്യാസം നോക്കി. നാലാമത്തത് ചേല, ചേല്. ചേല എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്രം. ചേല് എന്ന് പറഞ്ഞാൽ ഭംഗി. നേരം, നേര്. നേരം എന്ന് പറഞ്ഞാൽ സമയം. നേര്, സത്യം. അടുത്തത് നാനാർത്ഥം. നാനാർത്ഥം കൂറ. കൂറ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? പാറ്റായിക്ക് കൂറ എന്ന് പറയും. അതുപോലെ കൂറ, വസ്ത്രം. നമ്മുടെ കവിതയിൽ തന്നെയുണ്ട് കൂറ എന്ന് പറയുന്നൊരു വാക്ക്. അത് എന്തിൻ്റെ അർത്ഥമായിട്ടാണ്? വസ്ത്രം. കൂറ, പാറ്റ, വസ്ത്രം. ആശ, ആഗ്രഹം, ഒരു പേര്. അടുത്ത ക്വസ്റ്റ്യൻ അന്നും ഇന്നും. പാഠഭാഗത്തുള്ള പദങ്ങളിൽ പലതും ഇന്ന് അധികം പ്രചാരത്തിലില്ലാത്തവയാണ്. അവ കണ്ടെത്തി എഴുതുക എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ നിലവിലില്ലാത്ത, അധികം പ്രചാരത്തിൽ ഉപയോഗിക്കാത്ത വാക്കുകൾ ഈ കവിത പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കവിത ഒന്നുകൂടെ കേട്ട് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളുടെ പ്രദേശത്ത് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്നതും ഇന്ന് പ്രചാരത്തിലില്ലാത്തതുമായ പദങ്ങളുണ്ടോ? അതും ശേഖരിച്ച് നിഘണ്ടു തയ്യാറാക്കുക. അത് നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതാണ്. അവരവരുടെ സ്ഥലത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ഭാഷകളാണോ ഉപയോഗിക്കുന്നത്, പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ പേരൻസിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് കണ്ടെത്തി എഴുതുക. മറക്കൊല്ലാതെ എന്ന വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമാവാൻ ഏതൊക്കെ വരികൾ വേണം എന്ന് കണ്ടെത്തി എഴുതുക. തെണ്ടമായെന്നതിനന്നു നീ നൽകിന കണ്ടിക്കൻ ചേല മറക്കൊല്ലാതെ. ആ രണ്ട് വരികൾ വന്നാലേ ആ വരിയുടെ അർത്ഥം ആ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമാകുള്ളൂ. ചിറ്റാട എന്ന വാക്കിൻ്റെ ആശയം പൂർണ്ണമാകാൻ ഏതെല്ലാം വരികൾ വേണം? ചിറ്റാടയുണ്ട് ഞാൻ പെട്ടകം തന്നുള്ളിൽ മറ്റാരും കാണാതെ വച്ചു പോന്നു. അടുത്തത് ഉത്തരം എഴുതുക. അമ്മ വിളിച്ചിട്ടും കണ്ണൻ ഉണ്ണാൻ ചെല്ലാതിരുന്നത് എന്തുകൊണ്ട്? എന്താണ് കവിതയിൽ പറയുന്നുണ്ടല്ലോ. കവിത പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് അമ്മ വിളിച്ചിട്ടും കണ്ണൻ ഉണ്ണാൻ ചെല്ലാതിരുന്നതിന് കാരണം? കൃഷ്ണനെ കാണാനതിന് വേണ്ടി മധുരയിലെത്തിയ നന്ദഗോപരോട് പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഈ കവിതയുടെ സന്ദർഭം. പിള്ളേരെ നുള്ളി നോവിച്ചതിന് അമ്മ കണ്ണനെ പീലി കൊണ്ടടിച്ചു. അപ്പോൾ വഴക്കിട്ട് പിണങ്ങി നിന്നതുകൊണ്ടാണ് അമ്മ വിളിച്ചിട്ടും കണ്ണൻ ഉണ്ണാൻ ചെല്ലാതിരുന്നത്. കവിത വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കണ്ണൻ സൂക്ഷിക്കാൻ പറയുന്നതല്ല എന്തൊക്കെയാണ് കണ്ണൻ സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറയുന്നത്? പച്ച നിറത്തിലുള്ള പട്ടുചേല, പിന്നെ വലിയ ശബ്ദമുണ്ടാക്കുന്ന കിങ്ങിണികൾ, മണികളുള്ള പാവകൾ, മനോഹരമായ ഓണവില്ല്, ഇവയൊക്കെയാണ് കേടുകൂടാതെ സൂക്ഷിക്കണമെന്ന് കണ്ണൻ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ശ്രീകൃഷ്ണൻ്റെ മനസ്സിൽ ഇപ്പോഴും വേദന തങ്ങി നിൽക്കുവാൻ ഉള്ള കാരണം എന്ത്? എന്തൊക്കെയാണ്? മധുരയിൽ എത്തിയതിനു ശേഷം കണ്ണന് എന്ത് കിട്ടുന്നില്ല? അമ്മ ഉണ്ടാക്കുന്ന വെണ്ണയും പാലും വാഴപ്പഴങ്ങളും ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അതാണ് ഒരു വിഷമം. മറ്റൊന്നേതാണ്? തൻ്റെ ചെറിയ വസ്ത്രങ്ങൾ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ആ പെട്ടിയിലിരുന്ന് നശിച്ചു പോകുമോ എന്നോർത്തും കണ്ണന് വിഷമമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ലഘുവിവരണം തയ്യാറാക്കുക. നിങ്ങൾക്ക് ധാരാളം കളിപ്പാട്ടങ്ങൾ ബാല്യകാലത്തുണ്ടായിരുന്നല്ലോ. അവയിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്തായിരുന്നു? അവയെക്കുറിച്ച് നിങ്ങളേർപ്പെട്ട കളികളെക്കുറിച്ചും ലഘുവിവരണം തയ്യാറാക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ സാധിക്കും. നിങ്ങൾ കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കൊണ്ട് നടന്ന് എപ്പോഴും കൂടെ കാണും നിങ്ങൾക്ക് ആ ഒരു കളിപ്പാട്ട് അല്ലേ?
കൂടെ കൊണ്ട് നടന്ന് കളിച്ചിരുന്ന കളിപ്പാട്ടം ഏതാണെന്നും അത് ആ ടോയും കൊണ്ട് നിങ്ങൾ എന്ത് കളിയാണ് കളിച്ചിരുന്നതെന്നും ഉള്ള ഒരു ചെറിയൊരു വിവരണം എഴുതുക. അടുത്തത് കാരണം കണ്ടെത്തി പറയുക. നന്ദന്തൻ കയ്യിലെ നൽകിച്ചൊന്നാൽ, ഇവിടെ കയ്യിലെ എന്നതിന് പകരം കരത്തിലെ, ബാഹുവിലെ എന്നീ വാക്കുകളിൽ ഒന്നാണ് ഉപയോഗിക്കുന്നതെന്ന് കരുതുക. വരിക്ക് എന്തെങ്കിലും മാറ്റം വരുമോ? കൃഷ്ണഗാഥ മഞ്ജരി വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. മഞ്ജരി വൃത്തത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ശ്ലതകാകളി വൃത്തത്തിൽ 2ാം പാദത്തിനന്ത്യമാം 2 അക്ഷരം കുറച്ചീടിൽ അത് മഞ്ജരി ആയിടും. എന്ന് വെച്ചാൽ മഞ്ജരി വൃത്തത്തിൽ എഴുതുന്ന ഒരു കവിതയുടെ ആദ്യത്തെ വരി 12 അക്ഷരങ്ങളും 2ാമത്തെ വരിയിൽ 10 അക്ഷരങ്ങളുമാണുള്ളത്. കൃഷ്ണഗാഥ അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. അതുകൊണ്ട് തന്നെ മറ്റു വാക്കുകൾ ഇവിടെ യോജിക്കുന്നില്ല. ചൊല്ലുമ്പോൾ ഈണവും വാക്കുകൾ ചേർത്ത് വെക്കുമ്പോൾ ഉള്ള ഭംഗിയും ഉണ്ടെങ്കിലേ ആസ്വാദകന് കവിത ആസ്വാദ്യമാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ കാവ്യഭംഗി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റു വാക്കുകൾ യോജിക്കുന്നില്ല. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് കവിത വായിക്കുക, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് കാണാം.